ശ്രീകുമാർ, ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു കമ്മ്യൂണിസം, അതെന്തുകൊണ്ട് കമ്മ്യൂണലിസത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ്. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നു പോകുമ്പോൾ തെളിയുന്നത് എന്താണ്? CPM വർഗബോധമോ വർഗീയ ബോധമോ? അതായത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഘട്ടത്തില് നമ്മുടെ മുഖ്യമന്ത്രി പത്രപ്രവർത്തകരോട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാകും, ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് എന്നാണ്. വോട്ടെടുപ്പിന്റെ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആത്മവിശ്വാസം 24 മണിക്കൂർ കൊണ്ട് തകർന്നുപോയി, 48 മണിക്കൂർ കൊണ്ട് തകർന്നുപോയി. പിന്നീട് CPM എടുത്ത നിലപാടുകൾ, അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് എന്ത് കാരണമാണ് അവർ കണ്ടുപിടിച്ചത്? കാരണം കേരളത്തിലെ പ്രവർത്തകർക്ക്, CPM പ്രവർത്തകർക്ക് പോലും കൃത്യമായി അറിയാം എന്തുകൊണ്ടാണ് തോറ്റതെന്ന്. പക്ഷെ തോൽവി CPI സമ്മതിച്ചപ്പോൾ CPM സമ്മതിക്കാതെ അവര് തുടിനായകൾ പറഞ്ഞത് കേരളത്തിലെ വോട്ടർമാരെ അധിക്ഷേപിക്കലാണ് സത്യത്തില്. കാരണം അവര് അവിടെ വിരൽത്തുമ്പുകൊണ്ട് ഒരു തീരുമാനമെടുത്തത് ഈ ഗവൺമെന്റിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ്. അതിന്റെ അർത്ഥം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായ വലിയ മുന്നേറ്റമാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം അവർ ഭരിച്ചിരുന്ന കോർപ്പറേഷനിലെ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയുമായി. എന്നിട്ട് ഇന്നലെയൊക്കെ പാർട്ടി പത്രം മുഖപ്രസംഗം എഴുതുന്നത് കേരളത്തിൽ കോലീബി സഖ്യം എന്നൊക്കെയാണ്. ഇതൊക്കെ എത്ര കാലം മുമ്പ് പറഞ്ഞ് പഴകിയ, ആർക്കും വിശ്വസിക്കാത്ത, ചവച്ച് തുപ്പിയ ഒരു മുദ്രാവാക്യമാണ്. കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഒരു വാക്ക്, ഒരു വാചകം വാട്സപ്പിലൂടെ ഇട്ടാൽ അത് ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന കാലമാണ്. ഓരോ മുന്നണിയും അവരുടെ വോട്ട് അവരുടെ പെട്ടിയിലാക്കി. അതിൽ UDF മുൻതൂക്കം എന്ന് CPM മുഖപത്രത്തിന്റെ വാർത്തയുടെ പ്രധാന ഹെഡിങ് UDF മുൻതൂക്കം. ആ പാർട്ടിയാണ് പറയുന്നത് പിന്നെ കോലീബി സഖ്യം എന്നൊക്കെ. ഇപ്പോൾ അവരെന്താ പറയുന്നത്? ഇന്നത്തെ അവരുടെ ഒരു ഒരു ക്യാപ്സ്യൂൾ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗുളിക, അതായത് ഒരു പാട്ട് പുറത്തു വന്നു. ഈ പാട്ട് പുറത്തു വന്നത് അയ്യപ്പനെതിരായ പാട്ടാണ്. അതില് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു. പറയുന്നവരെ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായിരിക്കുന്നു എന്നാണ്. സാധാരണ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ അവർക്ക് ഈ ക്ഷേത്ര കാര്യങ്ങളിൽ, ഏത് കാര്യത്തിലാണെങ്കിലും ശരി, അവർക്ക് അവരുടേതായ ഒരു നയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ നയം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനായിട്ട് അവർ ഓരോ സമയത്തും ഓരോ അജണ്ട സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ വർഗീയ അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലെ അത് വേറെ രീതിയിലുള്ള അജണ്ടയായിരുന്നു. ഇപ്പോഴവരുടെ അജണ്ട എന്താന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അജണ്ട ഉണ്ടായിരുന്നില്ല. കാരണം അജണ്ട ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് CPM ഇല്ലാതെ പോയി. ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട സജ്ജമാക്കിയത് പ്രതിപക്ഷമാണ്. അതൊരു നിലപാടായിരുന്നു, നിലപാട് എന്ന അജണ്ടയായിരുന്നു. കാരണം കേരളത്തിലെ CPM മുന്നണിയുടെ നയങ്ങള്, അതിപ്പോ PMC പദ്ധതി മാത്രം ഞാൻ പറയാം. ആ പദ്ധതിയിൽ അവരെടുത്ത നിലപാടുകൾ, ആ നിലപാട് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് എതിർപ്പ് എന്ന് പറയുകയും ഫണ്ട് കിട്ടാൻ വേണ്ടി അവരിതിൽ ഒപ്പിടുകയും ചെയ്തു. നയമാറ്റം, ലേബർ കോഡിന്റെ വിഷയത്തില് തങ്ങൾ അറിയാതെ ഉദ്യോഗസ്ഥന്മാർ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒളിച്ചുകളി. ഇതുപോലെ 2-3 കാര്യങ്ങളിൽ അവരെടുത്ത നിലപാട്. ലൈംഗിക ആരോപണ വിഷയത്തിൽ അവർ പല ഘട്ടങ്ങളിലായിട്ട് എടുത്തുള്ള നിലപാട്, ഇതെല്ലാം അവസരവാദമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ഇത്തവണ UDF കൊണ്ടുവന്നു. ആ നിലപാടിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ നിലപാട് എടുത്തപ്പോൾ, UDF നിലപാടെടുത്തപ്പോൾ അജണ്ട ഇല്ലാതെ അന്നന്ന് കാണുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. അത് CPM പരാജയമായി. എന്നിട്ട് ഇപ്പോ BJP കോൺഗ്രസ് സഖ്യം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? BJP കോൺഗ്രസ് സഖ്യം എന്ന് പറഞ്ഞാൽ തുലനം വേണ്ടേ? ഒന്നുകിലെ BJP മിക്കയിടത്തും ജയിക്കണം, അല്ലെ കോൺഗ്രസ് തിരുവനന്തപുരത്ത് അടക്കം കോൺഗ്രസിന് മുന്നിൽ വരണം. ഇവിടെ നോക്കൂ, BJP തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ 50 സീറ്റ് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. അവർക്ക് ആകപ്പാടെ കിട്ടിയത് 93 കൗൺസിലർമാരാണ് കേരളത്തില്. അതിൽ തന്നെ 50 എണ്ണം തിരുവനന്തപുരത്ത്, ബാക്കിയുള്ള 49 എണ്ണയേ ഉള്ളൂ കേരളത്തിൽ ഒട്ടാകെ ഉള്ളത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജനം വിശ്വസിക്കുക എങ്ങനെയാ? അപ്പൊ പാർട്ടി പ്രവർത്തകർക്ക് പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ അവര് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ അവലോകനം കൊണ്ടുവരിക.
എന്നിട്ട് ഇന്ന് പറയാം അയ്യപ്പനെതിരെ ഒരു പാരഡി പാട്ട്. ഈ പാരഡി ഗാനം എന്ന് പറയുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശേഷം ശ്രീ വിഷ്ണുനാഥ് പാടിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. പിന്നീട് അത് ജനങ്ങൾ ജയിച്ചു കഴിഞ്ഞപ്പോ ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ആ പാട്ടൊക്കെ മറ്റേ CPM-ന്റെ വോട്ട് കളഞ്ഞു എന്നുള്ള ഭയം ഓർക്കുണ്ടോ? അങ്ങനെയാണ് ഈ പാർട്ടിയെ അടുത്ത മെയ് വരെ മനുഷ്യന്റെ മനസ്സിൽ നിൽക്കും. നമ്മുടെ നാട്ടിൽ പാരഡി പാട്ടുകളും മുദ്രാവാക്യങ്ങളും ഒക്കെ സ്വാഭാവികമല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ പ്രസംഗിക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന അവിടെ ഉല്ലാസിന് നാളെ ഏതെങ്കിലും കവലയിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ? കാരണം പ്രസംഗം നടത്തുമ്പോൾ അത് ആ പ്രസംഗത്തെ മറ്റേ അത് നമുക്ക് അത് വേറെ രീതിയിലുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയത്തില് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വർഗീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ജാതിമത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള വേറെ വിഷയം. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 CPM നേതാക്കൾ ജയിലിലാണ്. അപ്പോൾ എന്താണ് ഒരു ഗാനമുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാണ്? അത് സഖാക്കളാണ് എന്ന് പറയുമ്പോൾ അതിലത്തെ യാഥാർത്ഥ്യം എന്താണ്? സ്വർണം കാണാതെ പോയി, ശരി. അതിൽ ജയിലിൽ കിടക്കുന്ന ആരാണ്? CPM-കാര്. അവരെ പുറത്താക്കിയോ? ഇല്ല. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പൊ അതൊരു ഒരു പാട്ട് എന്നുള്ളത് പോലെ ഇവരെ ഭയക്കുന്നു. എന്നിട്ട് ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃഷ്ണരാജ് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇവർക്ക് പഴയ കാലത്ത് ഇവർക്കൊരു നയം ഉണ്ടായിരുന്നു. ഇവർക്ക് പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന നയം, ജില്ലാ കേന്ദ്ര കമ്മിറ്റി നയം, സെക്രട്ടേറിയറ്റിന്റെ നയം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നയം ഓരോരുത്തർക്കും ഓരോ നിലപാടാണ്. ഇന്ന് തന്നെ ഈ പാട്ടിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ഇന്ന് തന്നെ EP ജയരാജൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അത് ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. TP രാമകൃഷ്ണൻ പറഞ്ഞ ഞങ്ങളെ ബാധിക്കില്ല. പക്ഷെ പത്തനംതിട്ട ശബരിമല നിൽക്കുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞ എന്താണ്? അത് ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് അതിലെ പരാതി കൊടുക്കാൻ പോണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. എന്നിട്ട് ഏതോ ഒരാള് പരാതി കൊടുത്ത ആളെ ഞങ്ങൾ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ നാട്ടിൽ CPM-നെ പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു കൗതുകവും അമ്പരപ്പൊക്കെ വരുന്നുണ്ട്. ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു പേടിക്കാമോ? ഒരു പാട്ടിനെ പേടിയാണോ? അതായത് പാട്ട്, സിനിമ, നാടകം എന്നൊക്കെ പറഞ്ഞ കൃഷ്ണരാജൻ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമമാണ്. KPSC-യുടെ ഒരു മാധ്യമത്തിലൂടെയല്ലേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നവര് പ്രചരിപ്പിച്ചത്. അതുപോലെ എല്ലാ സിനിമകളിലൂടെ എത്ര സിനിമകള്, രാഷ്ട്രീയം പറഞ്ഞ സിനിമകളുണ്ട്. എത്ര സംഗീത സ്വാതന്ത്ര്യ സമരകാലത്ത് വള്ളത്തോളിന്റെ പാട്ടുകളല്ലേ സ്വാതന്ത്ര്യ സമരത്തിനെ പ്രോജ്വലമാക്കിയത്. അതുപോലെ ഈ പാട്ടും പ്രസംഗവും നാടകവും സിനിമയൊക്കെ പത്രങ്ങളും TV-യും പോലെ മാധ്യമങ്ങളല്ലേ. അതെന്താ ഇവര് കാണാത്തത്? എന്നിട്ട് ഇന്നിപ്പോ അവരുടെ ഈ CPM-ന്റെ നേതാക്കളൊക്കെ അവരുടെ മറ്റേ പഴയ കാലത്ത് ഞങ്ങൾ പാടും, ഞങ്ങളെ നേതാക്കളെ കുറിച്ച് പാടും, ഞങ്ങൾ പാടി ഉണ്ടാക്കും. ഇവര് വിറച്ചോ? ഒരു പാട്ട് വൈറലായപ്പോ ഇവര് വിറച്ചോ? എന്തീ പറയുന്നത്? നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധൈര്യമൊന്നും ഇപ്പൊ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാട്ടിനെ ഭയക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിനിമയെ ഭയക്കുന്നു. എന്നിട്ട് അവര് പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാ. ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഒറ്റ തീരുമാനം എടുത്തിട്ടുള്ളൂ. അത് ഗവൺമെന്റ് വിരുദ്ധ തീരുമാനമാണ്. അതിന്റെ ഗുണം CPM-നും BJP-ക്കും കിട്ടിയിട്ടുണ്ട്, UDF-നും കിട്ടിയിട്ടുണ്ട്. അത് BJP-ക്കും UDF-നും ഗുണം കിട്ടുമ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇന്നലത്തെ ദേശാഭിമാനി മുഖപ്രസംഗം COGP സഖ്യം കണ്ട എത്ര വർഷം മുമ്പ് അത് യാഥാർത്ഥ്യമായിരുന്നു, സത്യമായിരുന്നു. അതൊക്കെ തള്ളിക്കളഞ്ഞ് ജനം എത്ര വെള്ളം ഒലിച്ചു പോയി ഭാരതപ്പുഴയെ കൂടെ. അതൊക്കെ ജനം തള്ളിക്കളഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടക്കം UDF ആണ്. 7 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ CPM നിലനിൽക്കുക. ആ 7 തന്നെ 198 വാർഡ് കോൺഗ്രസിനാ, UDF-നാ, 140 സംതിങ്ങേ ഉള്ളൂ LDF-ന്. അവിടെ എന്നിട്ട് തുല്യം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ തോറ്റതിന്റെ കാരണം അവർ കണ്ടെത്തില്ല, അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. കണ്ടെത്താൻ പറ്റിയാൽ സത്യം വിളിച്ചു പറയണം. എന്താണ് ആ സത്യം? പിണറായി വിജയന്റെ ധാർഷ്ട്യം, ശൈലി, ഗവൺമെന്റ് വിരുദ്ധ നിലപാടുകള്, ജനദ്രോഹ നടപടികള്, ഇതെല്ലാമാണ് തോൽവിക്ക് കാരണമെന്ന് അവർക്ക് പറയേണ്ടി വരും. അത് പറയാതിരിക്കാനായിട്ട് ഇപ്പൊ പാട്ടിനെ കയറി പിടിച്ചിരിക്കുക. ഈ പാട്ടിനെ കയറി പിടിച്ചാൽ ഈ പാട്ട് കൂടുതൽ വൈറലാവുകയുള്ളൂ. ഈ പാട്ട് ഇപ്പൊ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്നിപ്പോ CPM പാട്ടിനെതിരെ വന്നപ്പോഴേ ഒരുപാട് മറ്റേ നമ്മുടെ നാട്ടിലത്തെ ജനങ്ങൾ ഒരുപാട് പേരുടെ ഫേസ്ബുക്കിൽ ഈ പാട്ടിനെ കുറിച്ചാ ആ പാട്ട് വീണ്ടും എടുത്തിട്ടിരിക്കുക. ഞങ്ങൾ വീണ്ടും പാടുന്നു പറഞ്ഞിരിക്കുക. നോക്കൂ, എന്തൊരു വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ തോറ്റു. അത് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിച്ച് അത് തിരുത്താൻ ശ്രമിക്കുക. തിരുത്താൻ പറ്റില്ല, കാരണം ഈ തിരുത്താനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പെൻഷനൊക്കെ ഞങ്ങളാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് MM മണി പറഞ്ഞ പോലെ പെൻഷൻ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കെതിരെ കുത്തി എന്ന് പറഞ്ഞ പോലൊക്കെ അങ്ങനത്തെ മണ്ടത്തിലൊന്നും പറയാതെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേ തിരുത്തിയിട്ടുണ്ടോ? നല്ല കാര്യം.
അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടിയേക്കും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കേരളം UDF ഭരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ കൃത്യമായ തെളിവ് യെസ്, പാട്ടിന്റെ മറവിൽ പാർട്ടി ഒളിച്ചിരിപ്പാണ്.